ഇപ്പം MJ ചന്ദ്രൻ സാർ എൻ്റെ ഗുരു തന്നെയാണ്. അപ്പം സാറും പണ്ട് മുതലേ അങ്കിള് പറയുന്നൊരു കാര്യമാണ്, ഒരു 30 വയസ്സ് വരെ ശ്രേയക്കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇറ്റ്സ് ലൈക്ക് ഐ ഹാവ് ടു ഹാർഡ് വർക്ക്, ബിക്കോസ് അന്നത്തെ പോലെയല്ല. ഇപ്പം ദർ ആർ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. മ്യൂസിക് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ടൈം ആയിരുന്നു അത്. ഹീസ് മൈ ഗോഡ് ഫാദർ, ഐ ക്യാൻ സേ ദാറ്റ്. ബിക്കോസ് ഞാൻ റിയാലിറ്റി ഷോയിലുള്ളപ്പോൾ തന്നെ കിട്ടിയ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് MJ അങ്കിൾ. ചെറുപ്പത്തിൽ ഇതേ 4 വയസ്സുള്ളപ്പം പാട്ട് ക്ലാസ് പോയിരുന്ന് ഉറങ്ങാറായിരുന്നു ഞാൻ. എൻ്റെ ഓൾ ടൈം, എൻ്റെ പേര് ശ്രേയ എന്നായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ശ്രേയ ഘോഷാൽ മാം തന്നെയാണ്. ഹലോ, ഹായ് എവ്രി വൺ, വെൽക്കം ടു മിസ്ഫിറ്റ്സ്. ഇന്ന് മിസ്ഫിറ്റ്സിൽ നമ്മുടെ കൂടെ ഉള്ളത് ശ്രേയ ജയദീപ്. സോ ശ്രേയ, കാര്യമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല മലയാളികൾക്ക്, ബിക്കോസ് ശ്രേയയ്ക്ക് ഇപ്പോൾ 20 വയസ്സേ ഉള്ളൂ. പക്ഷേ പലരും ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന പോലെ നമ്മളൊരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ എല്ലാ കമ്പനികളിലും എവിടെ പോയാലും 10 വർഷത്തിന് മേലുള്ളവരൊക്കെ ഭയങ്കര സീനിയേഴ്സാണ്. അപ്പോൾ ശ്രേയ സ്റ്റാർട്ടഡ് വെരി വെരി യങ്. അപ്പോൾ ഈ ഒരു 20 വയസ്സിൽ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തു എന്ന് തോന്നാറുണ്ടോ? ഇപ്പോഴാണ് എനിക്കത് റിയലൈസ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, ഞാൻ ഇത്ര ആൾക്കാരെ കണ്ടു, ഇത്ര ആൾക്കാരെ കൂടെ, ഇത്രയും ലെജൻഡറി ആർട്ടിസ്റ്റുകളുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്തു, അല്ലെങ്കിൽ അവരെ പാട്ട് പാടി അവരെ മുന്നിൽ എനിക്ക് പാടാനൊരു ചാൻസ് കിട്ടി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് എന്തൊരു ഗോൾഡൻ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ലക്ക് ആണ് എന്നുള്ളത് ഇന്നാണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത്. അന്ന് ആ ടൈമിൽ ഞാൻ ചെറുതാണ്, തീരെ ബോധമില്ല, തീരെ വിവരവും ഇല്ല. അതുകൊണ്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാത്തൊരു ടൈമാണല്ലോ. അപ്പോൾ അത് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ 6 വയസ്സുള്ളപ്പോഴാണ് റിയാലിറ്റി ഷോയിൽ ഞാൻ വരുന്നത്. അപ്പോൾ ആ ടൈമിലുള്ള ഞാനല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം എനിക്ക് എല്ലാം എൻ്റെ പഴയ ഫോട്ടോസ് കാണുമ്പോൾ, അതായത് സീനിയർ ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ കൂടെ ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര ഒരു പ്രൗഡാണ്. എനിക്ക് ഇത്രയും ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നത് എനിക്ക് ഭയങ്കര ഇപ്പോഴാണ് ഞാൻ അതിനെ കുറച്ചും കൂടി നല്ലപോലെ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇപ്പോൾ 2026 2016 ട്രെൻഡ് നടക്കുകയാണല്ലോ. സോ ലുക്കിംഗ് ബാക്ക് അറ്റ് ഇറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒപ്പം ആവട്ടെ, അതിനു മുമ്പുള്ള അമർ അക്ബർ ആൻ്റണി ആവട്ടെ, അന്നത്തെ ശ്രേയ ആസ് എൻ ആർട്ടിസ്റ്റ് അത് പാടിയിരിക്കുന്ന, അല്ലെങ്കിൽ മിന്നുങ്ങ പാടിയിരിക്കുന്ന ശ്രേയ, ഇന്നത്തെ ശ്രേയ, ഹൗ ഹാവ് ദ ആർട്ടിസ്റ്റ് ഇൻ യു ഇവോൾവ്ഡ്? ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അന്ന് പാട്ട് എങ്ങനെ പാടാം, അല്ലാതെ പാട്ട് പിച്ച് ഔട്ട് ഇല്ലാതെ എങ്ങനെ പാടാം, എങ്ങനെ ലൈക്ക് ഒരു പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു പാട്ട് പാടാം എന്നുള്ളത് അറിയാം. അതിപ്പോഴും അറിയാം. പക്ഷെ ഇപ്പം കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെ വെറൈറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇനി കൂടുതൽ ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇപ്പം എന്നെ പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ളൊരു പരിപാടി ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നും പാട്ട് പഠിക്കുന്നുണ്ട്, ഇന്നും ഇപ്പോഴും സ്റ്റിൽ ഐ എം സ്റ്റഡിങ് മ്യൂസിക്. കർണാട്ടിക് മ്യൂസിക്കും വെസ്റ്റേൺ വോക്കലും ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പം വാട്ട് ഐ വാണ്ട് ഇസ് ലൈക്ക് സ്റ്റഡി പ്രോപ്പർലി, ലൈക്ക് നല്ലപോലെ ഇപ്പം പറ്റുന്ന അത്രയും. കാരണം എൻ്റെ ഗുരുക്കൾ എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു 30 years വരെ സ്റ്റഡിങ് പീരീഡ്, അത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പം MJ ചന്ദ്രൻ സാർ എൻ്റെ ഗുരു തന്നെയാണ്. അപ്പം സാറും പണ്ട് മുതലേ അങ്കിള് പറയുന്നൊരു കാര്യമാണ്, ഒരു 30 വയസ്സ് വരെ ശ്രേയക്കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആ ടൈമിൽ മാക്സിമം എന്തൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അന്ന് ആ ടൈമിൽ ജസ്റ്റ് പാട്ട് പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്തൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സ്കോപ്പുകളുണ്ട്, ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അന്ന് എവറിത്തിങ് വാസ് കമ്മിങ് ടു മീ, ലൈക്ക് പുതിയ മൂവീസ് ആണെങ്കിലും എവറിത്തിങ്സ് വർ കമ്മിങ്, ലൈക്ക് ഐ വാസ് സോ ബിസി. അങ്ങനത്തെ ഒരു ടൈം ആയിരുന്നു 2016 എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഇറ്റ്സ് ലൈക്ക് ഐ ഹാവ് ടു ഹാർഡ് വർക്ക്, ബിക്കോസ് അന്നത്തെ പോലെയല്ല. ഇപ്പം ദർ ആർ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ലൈക്ക് പുതിയ ആർട്ടിസ്റ്റ്, കാരണം സോഷ്യൽ മീഡിയ അത്രയും അടിപൊളിയായിട്ട് പോകുന്നത് കൊണ്ട് എല്ലാവർക്കും അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഈ സോഷ്യൽ മീഡിയ. സോ സോഷ്യൽ മീഡിയാസ് വരുന്നത് കൊണ്ട് പുതിയ ആർട്ടിസ്റ്റുകളും സിംഗേഴ്സും എല്ലാവരും വരുമ്പം ലൈക്ക് നമ്മളും അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് സംതിങ് ഇൻ അസ്. അത് റിയലൈസ് ചെയ്ത് ഇപ്പം അതിനനുസരിച്ച് ഞാൻ കുറച്ചും കൂടി ഇവോൾവ് ആയിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഐ എം ട്രൈങ് ടു ഡു സംതിങ് ലൈക്ക്. പിന്നെ എനിക്ക് ബാൻഡ് ഉണ്ട്, ശ്രേയ കളക്റ്റീവ് എന്നാണ് ബാൻഡിൻ്റെ പേര്. സോ ഐ എം ഡൂയിങ് മൈ ഓൺ ഷോസ്. പിന്നെ അതിൻ്റെ കൂടെ ഇടയ്ക്ക് ചെറിയ പാട്ടുകൾ, മെല്ലെ ട്രാക്കുകളൊക്കെ ചെയ്ത് അങ്ങനെ ഐ എം സ്റ്റഡിങ്, ഐ എം ഡൂയിങ് സംതിങ് പുതിയതായിട്ട് എന്ന് വേണം പറയാം. അപ്പോൾ ഈ പാട്ട് പഠിത്തം തുടങ്ങിയത് എപ്പോഴാണ്? 4 വയസ്സുള്ളപ്പോഴാണ്. 4 വയസ്സുള്ളപ്പോൾ 16 വർഷമായി ഇപ്പോൾ പഠിക്കുന്നു പാട്ട്. സോ വാട്ട് ഈസ് യുവർ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് മ്യൂസിക്? ഏർലിയസ്റ്റ് മെമ്മറി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 2 ദിവസം മുൻപ് അമ്മ പറഞ്ഞു, ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പം പാട്ട് ക്ലാസ് പോയിരുന്ന് ഉറങ്ങാറായിരുന്നു ഞാൻ. കാരണം ഐ വാസ് അത്രയും സീരിയസ് അല്ലായിരുന്നു മ്യൂസിക്കിനെ പറ്റിയിട്ട്. അത് ഇങ്ങനെ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗവും, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ ഉള്ളൊരു നിലയിൽ മ്യൂസിക് കൊണ്ട് ഞാൻ എത്തും എന്നുള്ളത് അന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അന്ന് മ്യൂസിക് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്നൊരു ടൈമായിരുന്നു അത്.
പിന്നെയാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ 6 വയസ്സുള്ളപ്പം റിയാലിറ്റി ഷോയിൽ പോകുന്നത്. ഓ അത് ശരി. കാരണം വീട്ടുകാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 6 to 14 ആയിരുന്നു അന്ന് ഉള്ള കുട്ടികളുടെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അന്ന് ഐ വാസ് കറന്റ്ലി 6. അപ്പോൾ 6 ആയ സമയത്ത് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും പിടിച്ച് നിൽക്കാൻ പറ്റുമോ 14 വയസ്സുള്ള കുട്ടികളുടെ കൂടെ എങ്ങനെ റിയാലിറ്റി ഷോ നിൽക്കും എന്നുള്ള ഡൗട്ട് അച്ഛനായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഐ വാസ് ദ വൺ ഹൂ ടോൾഡ് അച്ഛാ എനിക്ക് പോകണം, ഒന്ന് പോയി നോക്കാം, ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയി നോക്കുന്നതും ആ ഷോയിൽ ഞാൻ വിന്നർ ആവുന്നതും പിന്നെ സെക്കൻഡ് റിയാലിറ്റി ഷോയിൽ പോകുന്നതും പിന്നെ ഒരു ജേണി പോലെ അതങ്ങനെ പോയി. പക്ഷെ ആ ടൈമിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ അറിയില്ലെങ്കിലും ഇപ്പം ദാറ്റ്സ് വാട്ട് ദ ഡിഫറൻസ് ഐ ക്യാൻ സീ ഇസ് കുറച്ചുകൂടി മ്യൂസിക്കിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ അത് മറന്നു പോവാതെ അത് പ്രാക്ടീസ് ചെയ്ത് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പം മോർ ഫോക്കസ് ചെയ്യുന്നത്. പണ്ട് ഇതേപോലെ പാട്ട് ക്ലാസ് ഇറങ്ങുക അവിടെ ഇരുന്നിട്ട് അതൊക്കെയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ 1-to-1 ക്ലാസ് ആണ് കർണാടകയിൽ ചെയ്യുന്നത്. ബിന്നി മാം ആണ് പഠിപ്പിക്കുന്നത്. അപ്പം 1-to-1 ക്ലാസ്സസ് ആയി കിട്ടുന്നതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടി എൻ്റെ ഫോക്കസ് ചെയ്ത് ബിന്നി മാമിനാണെങ്കിലും അത്രയും അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നറിയുന്നൊരു ശരിക്കും എൻ്റെ ലക്കാണത്. കാരണം ബിന്നി മാം അവിടെ പഠിപ്പിക്കുന്ന 2 രീതിയിലാണ്. സിനിമാറ്റിക് ലൈക്ക് മൂവീസിൽ പാടുന്ന കുട്ടികൾക്ക് വേറെ രീതിയും അതല്ലാതെ കർണാട്ടിക് കച്ചേരി എന്ന് പോകേണ്ട കുട്ടികൾക്ക് വേറെ രീതിയിലാണ് അവരവിടെ പഠിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ഇപ്പം ചിലർ പറയും നമ്മൾ ഓവർ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിംഗിങ് സ്റ്റൈൽ മാറും, നമ്മുടെ പിച്ചിൻ്റെ ഒരു ഇത് മാറും എന്നെല്ലാവരും പറയും. പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ പാടുന്നതിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നമ്മളെ എങ്ങനെ സിനിമാറ്റിക് സോങ്സും അതുപോലെ എല്ലാ ജോണേഴ്സ് ഓഫ് സോങ്സും പാടാം, കൂടെ കർണാട്ടിക്കും പാടാം, അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്നെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് ആ ഒരു ഡിഫറൻസ്? കാരണം ഇപ്പം ഞങ്ങൾക്ക് ഈ പാട്ടിൻ്റെ ടെക്നിക്കാലിറ്റീസോ കാര്യങ്ങൾ പാട്ട് കേൾക്കുന്നു, കൊള്ളാം, ഇഷ്ടപ്പെടുന്നു, അതിനപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അതെന്താണ് ആ ഒരു ഡിഫറൻസ് ഓഫ് അപ്രോച്ച് ഓരോ സിംഗിങ്ങിലെ? അതിപ്പം ഇറ്റ്സ് ലൈക്ക് പല ടീച്ചേഴ്സും പഠിപ്പിക്കുമ്പം ശ്രുതി ഭയങ്കര ബേസിലിട്ടിട്ടാണ് പഠിപ്പിക്കുക. ബേസിലിട്ടും അതുമാതിരി നമ്മൾ കർണാട്ടിക് പാടുമ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പാടും. ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ടിട്ട് പാടും. അങ്ങനെ പാടുന്നത് കർണാട്ടിക്കിൽ അത് പൊതുവേ കർണാട്ടിക് മ്യൂസിക്കിലുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് അത് കർണാടക സംഗീതം അങ്ങനെയാണ് പാടുന്നത്. പക്ഷേ ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ മറ്റു സിംഗേഴ്സിൻ്റെയോ ഈ മൂവീസിൽ പാടിക്കൊണ്ടിരിക്കുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെയോ അവരങ്ങനെ ഒരു പാട്ട് നമ്മുടെ ഒരു മലയാളം ഒരു പാട്ട് അങ്ങനത്തെ ഒരു ടോണിൽ പാടിയ രസം ഉണ്ടാവില്ല. അപ്പം അത് നമുക്ക് പാടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ലൈറ്റായിട്ട് നമ്മുടെ പിച്ചും ഒക്കെ ഇപ്പം നമ്മളെ പിച്ചിനനുസരിച്ചല്ല നമ്മളൊരു പാട്ട് പാടുന്നത്. ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് ഒരു പിച്ചിൽ ഓൾറെഡി കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആൻഡ് വി ആർ ഗോൺ സിംഗ് ഇറ്റ് ഇൻ ദാറ്റ്സ് ആ പിച്ചിൽ നമ്മൾ പാടുന്നു. അപ്പോൾ ആ ഹൈ നോട്ട് എത്തുന്നത് നമ്മളുടെ ആവശ്യമാണ്. അപ്പം നമ്മളത് പാടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഈ നമ്മൾ ബേസ് ശ്രുതിയിൽ പാടി ശീലിച്ച നമുക്കൊരു നമ്മുടെ ത്രോട്ട് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ശ്രുതിൻ്റെ മുകളിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മളപ്പം എല്ലാ പിച്ചിലും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന അതുപോലെ കുറച്ച് മുകളിൽ ശ്രുതിയിൽ പാടുന്ന സമയത്ത് നമുക്കെല്ലാം ഫുൾ മുകളിലേക്കും താഴേക്കും ഒക്കെ പോകാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ബിന്നി മാം എന്നെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പം എക്സസൈസുകൾ പറഞ്ഞു തരുന്ന സമയത്താണെങ്കിലും ഏറ്റവും ടോപ്പ് എത്ര വരെ എനിക്ക് പോകാൻ പറ്റുമോ അവിടെ വരെ ആൻറ്റി പഠിപ്പിക്കും. അതിൻ്റെ മുകളിലേക്ക് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോണും അതിൽ കുറച്ചും കൂടി കൾച്ചേർഡ് ആവും. അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയാനാണെങ്കിൽ. ചെറുപ്പത്തിൽ ഒരു 4 വയസ്സുകാരി പാട്ട് പഠിക്കാൻ പോകുന്ന 4 വയസ്സുകാരിക്ക് അന്നത്തെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതായിരുന്നു? എൻ്റെ ഓൾ ടൈം, എൻ്റെ പേര് ശ്രേയ എന്നായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ശ്രേയ ഘോഷാൽ മാം തന്നെയാണ്. അന്നു മുതലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്നത് എം ജെ ചന്ദ്രൻ സാറെ പാട്ടുകളുമായിരുന്നു. അത് ആ ഒരു ടൈമിൽ ശരിക്കും എം ജെ ചന്ദ്രൻ സർ, ശ്രേയ ഘോഷാൽ ഇങ്ങനെ ഒരു കോംബോ കുറേ പാട്ടുകൾ ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഓർമ്മയിലുള്ള എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് സോങ് എന്ന് പറയുകയാണെങ്കിൽ മന്ദാരപ്പൂമൂളി എന്ന് പറഞ്ഞ പാട്ടില്ലേ, മന്ദാരപ്പൂമൂളി, ആ പാട്ട് അതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ട് വീട്ടുകാരും പറഞ്ഞിട്ട് കേട്ടില്ല. കാരണം ആര് പാടാൻ പറഞ്ഞാലും ഞാൻ അതായിരുന്നു ആദ്യം പാടാറ്. അങ്ങനെ ആ ഒരു പാട്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആ ടൈമിൽ. പിന്നെ റിയാലിറ്റി ഷോസിലേക്ക് വന്നപ്പോഴും ഇതേപോലെ എം ജെ ചന്ദ്രൻ സാറിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതും. അതുകൊണ്ട് അന്നും ശ്രേയ ചേച്ചിയാണ്. പക്ഷേ ഇന്നിപ്പം ഐ എം ലിസണിങ് കുറേ ജോണേഴ്സും അതേമാതിരി കുറേ ലെജൻഡറി സിംഗേഴ്സിൻ്റെ പാട്ടുകളും കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് ലൈക്ക് ഓക്കെ, ശ്രേയ ഘോഷാൽ മാത്രമല്ല നമുക്കിവിടെ മലയാളത്തിലും അടിപൊളിയായിട്ട് ഇപ്പോൾ ചിത്രാൻറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിത്രാൻറ്റിയുടെ പല പാട്ടുകളും പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പാട്ടുകൾ അല്ലാതെ ഉള്ള പാട്ടുകളും ഉണ്ട്. ചിലത് അത്ര അണ്ടർ റേറ്റഡ് ആയി കിടക്കുന്ന സോങ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ തോന്നുന്നു എന്താണ് ഇവരുടെയൊക്കെ ഒരു 2 വരി പാടാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ചിലപ്പോൾ പ്രോബബ്ലി ഒരു ലേമൻ പെർസ്പെക്റ്റീവ് ഞങ്ങൾ ചിലപ്പോൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ യുവർ ഫേവറേറ്റ് സംതിങ് ഹിഡൻ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ
പ്രിയ തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ലവ്ലി, ദാറ്റ് ഇസ് ലവ്ലി. താങ്ക് യു. ഞാൻ അപ്പോൾ ശ്രേയ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് ലെജൻഡറി മ്യൂസീഷ്യൻസിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി റിയാലിറ്റി ഷോ വഴിയും അല്ലാതെ. ഹൗ ഹാസ് ഇറ്റ് ഹെൽപ്ഡ് ഒരു ഇപ്പം ശ്രേയ ഇപ്പോൾ പാടിയ പൊന്നിൽ കുളിച്ചു എന്ന പാട്ട് പോലും ശ്രേയയുടെ ഒരു ജനറേഷനേക്കാൾ ഒരുപാട് മുമ്പുള്ള പാട്ടുകളാണ്. സോ ഹൗ ഹാസ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ഷേപ്പിംഗ് യുവർ അപ്രോച്ച് ടുവേർഡ്സ് മ്യൂസിക്? സത്യത്തിൽ ഈ ലെജൻഡറി സിംഗേഴ്സിൻ്റെ കൂടെ കുറേ ഷോസ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചിത്രാൻ്റിയുടെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്, MG ശ്രീകുമാർ സാർ, MJ അങ്കിൾ, പിന്നെ ഗോപി സുന്ദർ സാർ, അങ്ങനെ കുറേ പേരെ കൂടെ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചിത്രാൻ്റിയുടെ ഒക്കെ കൂടെ ഷോസ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ പാടിയ പാട്ടുകൾ അല്ലെങ്കിൽ ഞാൻ പാടിയ പാട്ടുകളുടെ ഒരു ഷോ, ഞാനൊരു ഷോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന പാട്ടുകൾ വെച്ചാൽ ഞാൻ ഇതുവരെ പാടാത്ത പാട്ടുകളോ അല്ലെങ്കിൽ ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ള പാട്ടുകൾ മാത്രമേ ഞാൻ റിഹേഴ്സൽ ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ പാട്ട് പാടി നോക്കാറില്ല. എൻ്റെ പാട്ട് ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ പാടി അമറക്ബർ അന്തോണിയിലെ പാട്ടാണെങ്കിലും അതൊന്നും നമുക്ക് ആ പാട്ടൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് നോക്കൂല. ചിത്രാൻ്റി ഐ ഹവ് സീൻ ദാറ്റ് രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെ ഇരുന്ന് 33 പാട്ട് ആ ഷോയ്ക്ക് പാടുന്നുണ്ടെങ്കിൽ ഷീൽ ഡു ഓൾ ദ 32 സോങ്സ്. ഷീൽ സിംഗ് ഓൾ ദ 32 സോങ്സ്, അതും ഫുൾ സോങ്. ഒരു നാനന പോലും പാടില്ല, എല്ലാം പാടി, തെറ്റ് പറ്റിയില്ലെങ്കിൽ ഒന്നും കൂടെ പാടി, അങ്ങനെ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു റിയലൈസേഷനാണ്. ഓക്കെ, നമ്മുടെ പാട്ടാന്ന് വെച്ചാൽ നമുക്കിപ്പം എൻ്റെ പാട്ട് പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എൻ്റെ പാട്ട് പാടുമ്പോഴാണ്. അപ്പോൾ ചിത്രാൻ്റിക്ക് അങ്ങനെയല്ല. ചിത്രാൻ്റി പാടുമ്പം 11 മണി ഒരു വെള്ളം കുടിക്കാൻ എണീക്കും, ഫുഡ് കഴിക്കാൻ എണീക്കും, വാഷ്റൂം പോകണമെങ്കിൽ എണീക്കും. അതല്ലാതെ ചിത്രാൻ്റി അവിടെ ഇരുന്ന് പാടുക, ലൈക്ക് പാടിയ പാട്ടുകൾ തന്നെ വീണ്ടും പാടുക. അപ്പം നമ്മൾക്ക് കേൾക്കുമ്പം ഇത്രയും അവർ എത്രത്തോളം അവർ ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് പണ്ടേ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പം ഞാൻ മാറി. ഇപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എല്ലാതും ഈവൻ ഞാൻ എൻ്റെ റൂമിലിരുന്ന് എൻ്റെ പാട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും ഐ വിൽ സിങ് മൈ സോങ്സ് ഓൾസോ, ലൈക്ക് ഐ വിൽ ഗോ ത്രൂ ദാറ്റ്. അതെന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. പിന്നെ അതുപോലെ MG ശ്രീകുമാർ സാറുടെ കൂടെ ഷോസിന് പോകുമ്പം ലൈക്ക് അവരിപ്പോഴും പാടുന്നത് കേട്ടാൽ നമുക്ക് അവരുടെ പ്രായം നമ്മൾ മറന്നു. ലൈക്ക് ഹീസ് ഇൻ ഹിസ് 60s ആൻഡ് നമ്മൾ ലൈവ് കൂടെ പാടുമ്പോൾ എനിക്ക് മിനുങ്ങുമിന്നാണെങ്കിൽ ആദ്യം അങ്കിളുടെ കൂടെ പാടുമ്പോൾ പേടിയാണ് ലൈവിൽ പാടുമ്പോൾ. കാരണം അങ്കിളുടെ ഒരു സിംഗിങ് സ്റ്റൈലുണ്ട്, മൈക്കൊക്കെ ഇങ്ങനെ അനക്കിയിട്ട് അങ്കിൾ പാടുക. അപ്പം ഞാൻ ആദ്യമേ അയ്യോ എന്താ അങ്കിൾ ഇങ്ങനെ മൈക്കിട്ട് കുലുക്കണത്. പിന്നെയാണ് മനസ്സിലായത് അതൊക്കെ ഒരു വോക്കൽ ടെക്നിക്കുകളാണ്, അത് നമ്മൾ ഒരു പ്രത്യേക രീതികളാണ് അങ്ങനെ പാടേണ്ടത് എന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പോഴാണ്. അതുമാതിരി തന്നെ ഓരോ പാട്ടുകൾ പാടുന്ന സമയത്തും അവർ കൊടുക്കുന്ന ഓരോ പാട്ടുകൾക്കും അവർ കൊടുക്കുന്ന ഒരു ശ്രദ്ധ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ശ്രദ്ധ. ഇപ്പം സ്വാമിനാഥ പാടുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കും, അതുമാതിരി അല്ല വേൽമുരുക പാടുക. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു US ടൂർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 12 ഷോസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ പാട്ടുകളും അങ്ങനെ ഞാനും പഠിച്ചു. MG അങ്കിളുടെ കൂടെ സ്റ്റേജിൽ അങ്കിൾ പാടുന്ന പാട്ടാണെങ്കിലും ഐ ലിസൺ. ലൈക്ക് അന്നാണ് ഇങ്ങനെ കണ്ണീർ പൂവിൻ്റെ, അതുമാതിരി സൂര്യകിരീടം, ഇങ്ങനെ കുറേ പാട്ടുകൾ അന്ന് ഇങ്ങനെ കേട്ട് അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനൊരു പാട്ടുണ്ട്, ഈ പാട്ട് ഇങ്ങനെയാണ് എന്ന് കുറേ കേൾക്കുന്നത്. ആ ടൈമിൽ എനിക്ക് ലിസണിങ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ലിസണിങ് ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇപ്പം ഡ്രൈവിംഗ് കൂടി തുടങ്ങിയതിന് ശേഷം ഐ ഡു ലിസൺ ഓൾ കൈൻഡ് ഓഫ് ജോണേഴ്സ്, എല്ലാതും കേൾക്കും, അങ്ങനെ പഠിക്കും. പണ്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട് ഷോസിന് പോകുമ്പോൾ, ലെജൻഡറി സിംഗേഴ്സിലൂടെ ഷോസിന് പോകുമ്പോൾ അവരിങ്ങനെ പാടുമ്പോൾ അങ്ങനെ മെല്ലെ പഠിക്കും. അതെനിക്കൊരു ഭയങ്കര എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം. അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ പഠിച്ചിട്ടുണ്ടാണ്. ഓക്കെ, ഇപ്പോൾ MG ശ്രീകുമാർ സാറിൻ്റെ കാര്യം പറയുന്നത്, ഇപ്പം ശ്രേയയുടെ ജനറേഷനായാലും എൻ്റെ ജനറേഷനായാലും എനിക്ക് മുമ്പുള്ള ജനറേഷനായാലും പുള്ളിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അത് ഒരു ജെൻസി എഡിറ്റും പരിപാടിയൊക്കെ കാണാം. MG ശ്രീകുമാറിൻ്റെ പാട്ട് പാടാത്ത ഒരു സിംഗർ പോലും ഇപ്പം ഇല്ല. അത് യു ലുക്ക് അറ്റ് എനി ബാൻഡ് കാര്യങ്ങളാണ്. സോ MG സാറിൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ്? കാരണം പുള്ളിയുടെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റേഞ്ച് ഭയങ്കര ഭീകരമാണ്. ഒരു സ്വാമിനാഥയുണ്ട്, എന്നാൽ വേൽമുരുകരെ അവസാനിപ്പിക്കാതെ ആളുകൾക്കൊരു തൃപ്തിയില്ല. ആ ഭക്തിഗാനങ്ങളാവട്ടെ, അടിച്ചുപൊളി പാട്ടുകളാവട്ടെ, എല്ലാം ആവട്ടെ. സോ വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് വർക്കിംഗ് വിത്ത് MG സാർ? MG സാർ എന്ന് പറയുന്നത്, ഞാൻ മിനുങ്ങുമിന്നാമിനിങ്ങി സാറിൻ്റെ കൂടെ പാടുന്നത് സാറാണ് എന്നെ വിളിക്കാം എന്നുള്ള രീതിയിൽ ഫോർ മ്യൂസിക് ചെയ്ത ചേട്ടന്മാരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നതും. അന്നത് ചെയ്യുമ്പോൾ എനിക്കറിയില്ല മോഹൻലാലിൻ്റെ ഒരു മൂവിയിലേക്കാണ് ഈ പാട്ട്, MG ശ്രീകുമാറിൻ്റെ കൂടെയാണ് ഞാനിത് പാടുന്നത്, പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണത്, ഒന്നും അറിയില്ല. അന്ന് ഇങ്ങനെ പോയി പാടുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് നമ്മളത് വിചാരിക്കുമ്പോൾ വീട്ടുകാർക്കൊക്കെ അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എനിക്കന്ന് അത്ര പീക്കല്ല, കാരണം എനിക്കതിനെ പറ്റി അത്ര ഞാൻ അവെയർ അല്ല. ഇപ്പം അത് വേറെ ഫീലാണ് ഇപ്പം പറയുമ്പോൾ. പക്ഷേ MG അങ്കിളുടെ കൂടെ ഷോസ് ചെയ്യുമ്പോഴാണെങ്കിലും
ഞാൻ കുറേ ഒരുപാട് ഷോസ് ഉണ്ട്, അബ്രോഡായിട്ടും നാട്ടിലായിട്ടും ഒരുപാട് ഷോസ് അങ്കിളോട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണാറും, അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞു തരാറും എല്ലാം ചെയ്യാറ്. ഇപ്പം പാട്ടുകൾ പാടുന്ന സമയത്ത്, റിഹേഴ്സൽ സമയത്താണെങ്കിലും, കാരണം ഡ്യുവറ്റ് സോങ്സ് വരുന്ന സമയത്ത് അങ്ങൾക്ക് ഡ്യുവറ്റ് ആണല്ലോ നമുക്ക് കൂടെ പാടാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പം മിനുങ്ങും മിന്നാമിനിങ്ങി അല്ലാതെ തന്നെ ഇപ്പം അപ്പുക്കുട്ട തൊപ്പിക്കര പാട്ട്, പിന്നെ അതുപോലെ പൊൻവീണെ, മന്ദാര ചെപ്പുണ്ട്, ഇങ്ങനെ കുറേ പാട്ടിലൊക്കെ ഞാൻ അങ്കിള് കൂടെയാണ് ആദ്യമായിട്ടൊരു വേദിയിൽ പാടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ അങ്കിൾ ക്ലിയർ ചെയ്ത് തരും, മോളെ അവിടെ ഇങ്ങനെയാണ്, അങ്ങനെയല്ല, നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരും. അതിനൊന്നും ആവശ്യം ശരിക്കും സാറിനില്ല, പക്ഷെ അവരങ്ങനെ ചെയ്തു തരും. അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ കുറച്ച് ബ്ലെസ്സിങ്സിൽ, അല്ലെങ്കിൽ പരിചയപ്പെടാൻ പറ്റിയ കുറച്ച് ലെജൻഡറി സിംഗേഴ്സ്, അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നതിൽ ഒരാളാണ് MG അങ്കിൾ. അപ്പോൾ അതുപോലെ തന്നെ ദി അതർ എം ജയേന്ദ്രൻ സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട്? പക്ഷേ ശ്രേയ പറഞ്ഞു ഗ്രോയിങ് അപ്പ് എം ജയേന്ദ്രൻ സാറിൻ്റെയും ശ്രേയ ഘോഷലിൻ്റെയും പാട്ടുകളാണ് കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ഈസ് എൻ ഇൻക്രെഡിബിൾ മെൻറ്റർ. ഇപ്പോഴും ഫ്ലവേഴ്സിലും ബാക്കി ചാനലിൽ ഇപ്പോഴും ജഡ്ജായിട്ടിരിക്കും. പുള്ളി പറഞ്ഞു കൊടുക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ശ്രേയയുടെ ലൈഫിൽ വാട്ട് ഇസ് എം ജയചന്ദ്രൻസ് ഇൻഫ്ലുവൻസ്? ഹീസ് മൈ ഗോഡ് ഫാദർ, ഐ ക്യാൻ സേ ദാറ്റ്. ബിക്കോസ് ഞാൻ റിയാലിറ്റി ഷോയിലുള്ളപ്പോൾ തന്നെ കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ് MG അങ്കിൾ. MG അങ്കിൾ അങ്ങനെയാണ് പരിചയപ്പെട്ടിട്ട് എന്നെ ആദ്യമായിട്ട് ദുബായിലൊരു ഷോയ്ക്ക് കൊണ്ടുവന്ന MG അങ്കിളാണ്. ഗുരുവായൂരിൽ എന്നെ ആദ്യമായിട്ട് പാടിക്കുന്നത് MG അങ്കിളാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് നല്ല പാട്ടുകളും, മേലെ മാനത്ത് ഈശോയെ എൻ്റെ വൺ ഓഫ് ദി ഹിറ്റായിട്ടുള്ള പാട്ടുകളിൽ ഒന്നായിരുന്നു മേലെ മാനത്ത് ഈശോയെ. അത് അങ്ങനെ കുറേ മൂവി സോങ്സും ഒക്കെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ടെങ്കിലും MG അങ്കിൾ എനിക്കൊരു പോയിന്റിൽ വെനെവർ ഐ എം സ്റ്റക്ക്, എനിക്ക് MG അങ്കിളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. അങ്ങനെയാണ് ഞാൻ ബിന്നി മാമിൻ്റെ അടുത്ത് പഠിക്കാൻ വരെ പോകുന്നത്. കാരണം അതുവരെ ഐ വാസ് സ്റ്റഡിങ് ഒരു ഗ്രൂപ്പായിട്ട് ഉള്ളൊരു മ്യൂസിക് ക്ലാസ്സിലായിരുന്നു പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടൊരു ഫോക്കസ് കിട്ടില്ല. നമ്മൾ എന്താ പാടുന്നത് എന്നുള്ള ചിലപ്പോൾ നമ്മുടെ മാഷി കേട്ടെന്ന് വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പോയിന്റിൽ ഇങ്ങനെ MG അങ്കിളായിട്ട് സംസാരിച്ചപ്പോഴാണ് MG അങ്കിൾ പറഞ്ഞത് ഒരു ഫീമെയിൽ, ഒരു പാട്ടുകാരിക്ക് ഒരു ഫീമെയിൽ ടീച്ചർ തന്നെ വേണം എന്നുള്ളത് MG അങ്കിൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്താണ് ബിന്യാൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പം പറഞ്ഞു ഇപ്പം അപ്പുറത്താണ് വീട്, ഇപ്പം തന്നെ പോയി ചോദിച്ചു നോക്ക്, ക്ലാസ് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കുക പറഞ്ഞു. അപ്പം തന്നെ ഞാനും അമ്മയും പോയി. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ. അതുകൊണ്ട് അങ്ങനത്തെ ബ്ലസ്ഡ് മൂമെൻറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ലക്കുകളൊക്കെ എങ്ങനെ പോയാലും അതിൽ MG അങ്കിൾ ഒരു ടച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാവും. അതിപ്പോൾ ഈവൻ സോങ്സ് ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് പണ്ട് കുറേ ഷോസ് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്കിള് ഷോസ് വരുമ്പോൾ അങ്കിള് വിളിക്കും. അതുപോലെ അങ്കിളൊരു കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര പേടി ഇൻ ദ സെൻസ് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പാടുന്ന സമയത്ത്. റെക്കോർഡിംഗ് ശ്രേയക്കുട്ടി അങ്ങനെ പാട്, ഇങ്ങനെ പാടല്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര, ഞാൻ ശരിക്കും കുറച്ച് നേരത്തേക്ക് സ്റ്റക്കാവും. അയ്യോ MG അങ്കിൾ അങ്ങനെ ഞാൻ നിൽക്കും. കാരണം എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും എങ്ങനെ പഠിത്തമെടുത്തി, പഠിക്കുന്നില്ലേ, പുതിയ എന്തൊക്കെ പഠിക്കുന്നു, അങ്ങനെ എല്ലാം അങ്കിൾ അന്വേഷിക്കാറുണ്ട്. ഞാനിങ്ങനെ പാടുന്ന ചെറിയ ചെറിയ പാട്ടിൽ അങ്കിൾക്ക് ഇങ്ങനെ അയച്ചെടുത്ത് അങ്കിളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു ഗ്രോയിങ് ഇതിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് MG അങ്കിൾ. അപ്പോൾ ഈ പഠിത്തത്തിൻ്റെ കാര്യം എന്തൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ? ഞാനിപ്പം കോളേജ് സ്റ്റുഡൻ്റ് ആണ്. സേക്രഡ് ഹാർട്ട് കോളേജിൽ സെക്കൻഡ് ഇയർ ജേർണലിസം ആണ് പഠിക്കുന്നത്. അത് ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആയെന്ന് തോന്നിയതുകൊണ്ടാണ് ജേർണലിസം എടുത്ത് അങ്ങനെ പഠിക്കാൻ സാധിച്ചത്. അതായത് ജേർണലിസം മേഖലയിലേക്ക് എനിക്ക് വരാനേ താല്പര്യമില്ല. ജേർണലിസം പഠിച്ച ഒരാളാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലല്ല ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ കർണാട്ടിക് വോക്കൽ പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വോക്കൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മ്യൂസിക് പ്രൊഡക്ഷനും കുറച്ച് കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പിന്നെ പഠനം വേറെ അതല്ലാതെ യൂട്യൂബ് നോക്കി ഈ ഓരോ സിംഗിങ് വോക്കൽ ട്രെയിനിങ്സ് അങ്ങനത്തെ എല്ലാം നോക്കി അത് പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് പഠിക്കാനുള്ള ഒരു ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് പഠിക്കാൻ പോകുന്നത്? പിയാനോ പഠിക്കണം എന്ന് ആഗ്രഹമാണ്. ഇപ്പോൾ പുതിയ ഗിറ്റാർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് കാലം. അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു വലിയ സ്റ്റാറായി മാറുന്നു. അപ്പം അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. യു മിസ്ഡ് എ മേജർ പാർട്ട് ഓഫ് യുവർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലുക്കിംഗ് ബാക്ക് അറ്റ് ഇറ്റ്, ഡു യു റിഗ്രറ്റ് എനി പാർട്ട് ഓഫ് ഇറ്റ്? ഐ ഡു റിഗ്രറ്റ്. കാരണം ഇപ്പം എനിക്ക് വേറെ ആരും കമ്പയർ ചെയ്യണം. എനിക്ക് എൻ്റെ അനിയനെ നോക്കിയാൽ മതി. കാരണം ഞാനിങ്ങനെ റിയാലിറ്റി ഷോസിലൊക്കെ പോകുമ്പം അവൻ്റെ LKG UKG പീരീഡിലാണ്. അവനെ സംബന്ധിച്ച് നോക്കുമ്പം എൻ്റെ കൂടെ വരുന്നത് കൊണ്ട് ഹി മിസ്ഡ് ഹിസ് പേരൻസ് ദ മോസ്റ്റ് അവൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ. കാരണം അമ്മയോ അച്ഛനോ എൻ്റെ കൂടെ ആയിരിക്കും കൂടുതലുണ്ടാവും. മോസ്റ്റ്ലി അമ്മ തന്നെയാണ് കൂടെ ഉണ്ടാവാറ്. അപ്പം അവൻ്റെ അമ്മയുടെ അടുത്തു നിന്നുള്ള ആ ഒരു ഹി മിസ്ഡ് ഹിസ് മോം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അവൻ്റെ രീതിയിൽ നോക്കുമ്പം ആ ഒരു പ്രായത്തിൽ അമ്മയില്ല, അച്ഛനില്ല, ചീത്ത പറയാൻ ആരുമില്ല, അമ്മമ്മയാണ് വീട്ടിലുണ്ടാവുക. സോ അവന് ഇതേപോലെ സൈക്കിൾ എടുത്ത് കളിക്കാൻ പോകുന്നു, കറങ്ങുന്നു, സ്കൂളിൽ ടൂർ പോകുന്നു, സ്കൂളിൽ അടിച്ചു പൊളിക്കുന്നു.
ആ ഒരു കാര്യം ഐ ഹവ് മിസ്ഡ് എ ലോട്ട്. സ്കൂളത്തെ പരിപാടികളാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ ഹവ് മിസ്ഡ് എ ലോട്ട്. പക്ഷേ എന്നാലും എൻ്റെ പ്രിൻസിപ്പളായിരുന്ന ജോണി ഫാദർ ഉണ്ട്. ഫാദർ മാക്സിമം എന്നെ എന്തിലൊക്കെ ഇൻവോൾവ് ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ എന്നെ ഇൻവോൾവ് ആക്കിയിട്ട് എൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് എനിക്കൊരു മിസ്സിംഗ് എന്നുള്ളത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയൊരു ഫാദർ ഉണ്ട്, പ്രിൻസിപ്പൾ ഉണ്ട്. സോ പ്രിൻസിപ്പൾ തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ അച്ഛൻ തന്നെയായിരുന്നു എൻ്റെ പ്രിൻസിപ്പളായിട്ട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് മേജർ മിസ്സിങ് എന്ന് പറയാനില്ല. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഐ ഡു ഫീൽ അന്ന് ലൈക്ക് ഫ്രണ്ട്സ് വരുമ്പോൾ ഞങ്ങൾ ടൂറ് പോയി അവിടെ എങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ ആ ടൈമിൽ ദുബായിലായിരുന്നു, ഞാൻ ദുബായിൽ പ്രോഗ്രാമിന് പോയതായിരുന്നു അങ്ങനെ പറയുമ്പോൾ എനിക്ക് അത് കൊള്ളാം, അത് കുറച്ച് പൊങ്ങച്ചാണല്ലോ, കിടക്കട്ടെ. അങ്ങനെ ആ ടൈം ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പ്രോഗ്രാമിന് പോയതായിരുന്നു, അവിടെ തണുപ്പായിരുന്നു, അങ്ങനെ അങ്ങനെ കുറെ അതെ അങ്ങനെ കുറെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ ആലോചിക്കുമ്പം ഇപ്പം രണ്ടും കൂടെ പോകുന്നുണ്ട്, വെൽ മാനേജ് ആയിട്ട് പോകുന്നുണ്ട്. എനിക്കറിയാം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഷോസ് വരുമ്പം എനിക്ക് എങ്ങനെ വന്നാലും കളയേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കി വിഷമം പണ്ടുണ്ടായിരുന്നു, പണ്ട് ഭയങ്കര വിഷമായിരുന്നു. ടൂറൊക്കെ വരുമ്പം ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം വെൽ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കരിയർ അത് വളരെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രേയയുടെ അമ്മ ഹാസ് ബീൻ എൻ ഇൻക്രെഡിബിൾ സപ്പോർട്ട്, അമ്മയിലും അച്ഛനായാലും അമ്മ എസ്പെഷ്യലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ശ്രേയയുടെ അമ്മയായിട്ട് 2-3 തവണ സംസാരിച്ചിട്ടുണ്ട് ഇൻഫാക്ട് ഷോസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഹൗ വാസ് യുവർ ഫാമിലി എൻവയോൺമെൻറ്റ് ഗ്രോയിങ് അപ്പ്? ഫാമിലി എൻവയോൺമെൻറ്റ് എല്ലാവരും പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് വീട്ടിലുള്ളവരെല്ലാവരും. അത് അച്ഛനമ്മ എന്ന് മാത്രമല്ല, അച്ഛൻ്റെ അമ്മയാണെങ്കിലും അമ്മയുടെ അമ്മയാണെങ്കിലും എല്ലാവരും ഒരുപാട് പാട്ടിനെ സ്നേഹിക്കുന്നവർ, ഫുൾ ടൈം പാട്ട് കേട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുമാണ്. അപ്പം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ അമ്മയ്ക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും അമ്മമ്മയുടെ കൂടെയാണ്. എൻ്റെ ഒരു 3.5 വയസ്സ് വരെ ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് അമ്മമ്മ പണ്ട് ഇങ്ങനെ പാട്ടുകൾ പാടിയിട്ട് അങ്ങനെ കുറേ പാട്ടുകൾ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. അപ്പം ഇവരെ ഞാനിങ്ങനെ റിയാലിറ്റി ഷോയിൽ പോയെങ്കിലും അതല്ലാതെ അമ്മ എന്നെ റിയാലിറ്റി ഷോയ്ക്ക് മുൻപായിട്ട് ഈ ഈ കിഡ്സ് ഫെസ്റ്റുകളൊക്കെ നടക്കുമല്ലോ, കോമ്പറ്റീഷൻസ് ഒക്കെ, അതിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മ തന്നെയാണ് എന്നെ പഠിപ്പിക്കുക. മറ്റേ സ്കൂളിൽ നിന്നൊക്കെ വലിയ മാഷിമാരെയൊക്കെ പഠിപ്പിച്ച ഓരോ കുട്ടികൾ വരും, ഞാൻ എന്നെ അമ്മ പഠിപ്പിച്ചിട്ട് ഞാൻ പോകും. പക്ഷെ ഞാൻ എനിക്ക് ഫസ്റ്റ് കിട്ടാറുണ്ട്, ചിലപ്പോൾ ഒന്നും കിട്ടാറില്ല, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ റിയാലിറ്റി ഷോ വന്നതോടെ ലൈഫ് പെട്ടെന്ന് മാറി അങ്ങോട്ട് മറിഞ്ഞു. ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലേക്കായി ലൈഫ്. അങ്ങനെ വന്ന സമയത്ത് ഒബ്വിയസ്ലി താഴെ ഒരു അനിയനും കൂടി ഉള്ളതുകൊണ്ട്, അച്ഛനാണെങ്കിൽ അച്ഛന് സ്വന്തമായ ബിസിനസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ എന്നാലും അവർ ലൈക്ക് ഭയങ്കര ഒരു ലക്കാണ് കിട്ടിയത്. ആ ലക്കിനെ എങ്ങനെയൊക്കെ നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് രണ്ടുപേരും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നല്ലൊരു ഡിസിഷൻ അവരെടുത്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഐ എം സ്റ്റിൽ ഇൻ ദിസ് ഇൻഡസ്ട്രി ലൈക്ക് ദിസ്. അമ്മയാണെങ്കിലും അമ്മയുടെ കുറേ വയ്യായ്മകളും ലൈക്ക് ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. അപ്പം അതിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാതും വെച്ച് എൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഫുൾ ടൈം ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പേരൻസാണ് എനിക്കുള്ളത്. അപ്പം അതിനേക്കാളും കൂടുതൽ വേറെ ഒരു ഭാഗ്യം കിട്ടാനില്ല. അപ്പം എന്ത് വർക്ക് വന്നാലും ഒന്നെങ്കിൽ അച്ഛൻ്റെ ബിസിനസ് അവിടെ നിർത്തിച്ച് ഓക്കെ ഞാൻ വരാം, അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് അങ്ങനെ വരുന്നുണ്ട്. ഈവൺ അനിയനാണെങ്കിലും ഹീസ് ഓൾസോ, കാരണം അവന് തോന്നാമോ ചേച്ചിയോട് മാത്രമേ അമ്മയ്ക്ക് അച്ഛനും സ്നേഹമുള്ളൂ, എന്നോട് സ്നേഹമില്ല എന്ന് അവന് തോന്നാം. പക്ഷെ എന്നാലും അവനും അറിയാം, അതായത് ചേച്ചിക്ക് ഇങ്ങനെയാണ്, ഷീസ് ഗോയിങ് ഫോർ ഷോസ്, ഷീസ് ഏർണിങ് എന്നുള്ള കാര്യം അവൻ അറിയുന്നത് കൊണ്ട് തന്നെ അവന് ഹീസ് ഓൾസോ പ്രൗഡ് ആൻഡ് ഹീസ് ഓൾസോ ലൈക്ക് അവൻ ഒരുപാട് മനസ്സിലാക്കുന്നത്. അവൻ ആ ചെറുപ്പം മുതലേ അവൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കൽ മാത്രമല്ല, ഞാൻ പാടുന്നതിൽ എന്തെങ്കിലും ഫ്ലോസ് വന്നാൽ അതും അവൻ പറയാറുണ്ട് ചെറുപ്പം മുതലേ. ചേച്ചി അവിടെ പിച്ച് ഔട്ടായി, ചേച്ചി ഇനി അടുത്ത പ്രാവശ്യം പാടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് അവനും ആ ചെറിയ പ്രായത്തിലേ പറയാറുണ്ട്. അപ്പം ഇപ്പോഴാണെങ്കിലും ദാറ്റ് സപ്പോർട്ട് ഇസ് സ്റ്റിൽ ബീങ് വിത്ത് മീ, ലൈക്ക് 3 പേരുടെയും. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആൻഡ് വെരി ഈസി ഫോർ മീ. അപ്പോൾ കോഴിക്കോട് നിന്നാണ് ശ്രേയ വരുന്നത്. അതെ, മഹഫിലുകളുടെയും നമ്മുടെ ബാബുക്കിൻ്റെ നാടാണ്. അതെ. എന്താണ് പാട്ടിലെ കോഴിക്കോടൻ ഇൻഫ്ലുവൻസ്? കോഴിക്കോടിലെ പാട്ടിലെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പം, കോഴിക്കോട് ശരിക്കും എനിക്ക് പാട്ടിനേക്കാളും കോഴിക്കോട് എന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡാണ്. പാട്ട് സെക്കൻഡ്, ഫുഡ് കഴിഞ്ഞിട്ടേ കോഴിക്കോടിൽ പാട്ട് പിന്നെ വരുന്നുള്ളൂ. പക്ഷെ പാട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഗുരു ഉണ്ട് സതീഷ് ബാബു സർ. ഞാൻ റിയാലിറ്റി ഷോയിൽ പോയിക്കൊണ്ടിരുന്നപ്പം അങ്കിളടുത്തായിരുന്നു പഠിക്കുന്നത്. ഇപ്പോഴും ഞാനിങ്ങനെ ചെറിയ ചെറിയ പാട്ടിലൊക്കെ പഠിക്കാൻ പോകാറുണ്ട്. സതീഷ് ബാബു സർ, അപ്പം സതീഷ് അങ്കിളടുത്ത് അതുപോലെ ഇവരടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഴയ കഥകൾ കേൾക്കും. പണ്ട് ഇവർ ഷോസിന് പോയതും അതുപോലെ ചിത്രാൻ്റി ആയിട്ട് അങ്കിൾ ഷോസിന് പോയത്, അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ എനിക്ക് കോഴിക്കോട് നമ്മൾ അവിടെ പ്രോഗ്രാം ചെയ്തു, നമ്മുടെ ടൗൺ ഹാളിൽ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെയൊക്കെ ഇത്ര ലെജൻഡറി സിംഗേഴ്സും അല്ലാതെ ഇങ്ങനെ പാട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിറ്റിയാണോ കോഴിക്കോട് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് അപ്പോഴാണ്. അതല്ലാതെ തന്നെ നമ്മൾക്കിപ്പോഴും കോഴിക്കോട് കുറേ അസോസിയേഷൻസും സിംഗേഴ്സ് അസോസിയേഷനും അങ്ങനെ കുറേ പരിപാടികൾ കോഴിക്കോട് മാത്രമായിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ പോകാറുണ്ട്, പാടാറുണ്ട്. അതല്ലാതെ
വേറെ ഇങ്ങനെ ഗസൽസ് അങ്ങനത്തെ ഒരു മൂഡിലേക്ക് പോയിട്ടില്ല. ആ അതെ. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ ഇത്ര ചെറുപ്പത്തിലേ തന്നെ. ഒരുപാട് യാത്രകൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? പോയതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലങ്ങൾ? യാത്രകൾ ആദ്യം എനിക്കൊരു ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു യാത്രകൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഈ ചെറുതാകുമ്പോൾ മാത്രമല്ല, എനിക്ക് ഇപ്പോഴാണ് ഫ്ലൈറ്റിൽ കയറിയ ഭയങ്കര ചെവി അടഞ്ഞ് ചെവി വേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഫ്ലൈറ്റിൽ ഇരുന്ന് ഇങ്ങനെ ദേഷ്യം പിടിക്കുക, വിഷമയൊക്കെ, ചെവി പൊട്ടിയൊക്കെ, ഇങ്ങനത്തെ കുറേ പരിപാടികൾ ചെറുപ്പത്തേ ഉണ്ട്. അപ്പം അതുകൊണ്ട് യാത്ര പോകുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയ ചെവി അടയും ഇതൊക്കെ ഓർത്തിട്ടേ പോകുന്നത്. അല്ലാതെ ഫ്ലൈറ്റിൽ കയറി ഒരു രാജ്യത്ത് പോവാണ് അങ്ങനത്തെ ഒരു മൂഡേ ആയിരുന്നില്ല എനിക്ക് പണ്ട്. പക്ഷേ ഐ ഹവ് ട്രാവൽഡ് എ ലോട്ട്, മെനി പ്ലേസസ്. അതിലെനിക്ക് ഇപ്പോഴും എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തന്നെ കുറച്ചുകൂടി നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. അതേപോലെ ന്യൂസിലാൻഡ്, ഇവിടെയൊക്കെ ഭയങ്കര നേച്ചർ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക്. അതേമാതിരി സ്വിറ്റ്സർലാൻഡ് ഞാൻ ചെറുപ്പത്തിൽ പോയത് 10 വയസ്സുള്ളപ്പോൾ പോയതാണ്. അപ്പം എനിക്ക് ഒന്നും കൂടി പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അന്ന് എൻജോയ് ചെയ്തതിൻ്റെ എക്സ്ട്രാ ഞാൻ ഇപ്പോൾ പോയാൽ എൻജോയ് ചെയ്യും. കാരണം അന്നൊന്നുമില്ല, അന്ന് ജസ്റ്റ് പരിപാടിക്ക് പോകുന്നു, കുറച്ച് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുന്നു, കുറച്ച് ഫോട്ടോ എടുക്കുന്നു, പോരുന്നു. പക്ഷെ ഇന്നിപ്പം ഐ എം തിങ്കിങ് അവിടെ കുറേ ഉണ്ട്, അവിടെ കുറേ കാണാനുണ്ട്. ലിൻഡിന്റെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അവിടെ പോകണം, അങ്ങനെ കുറേ ഇപ്പം മൈൻഡില്ല. സോ ഇനി സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് പോയ പോലെ ആയിരിക്കില്ല. ഐ ബി എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ കമ്മിങ് ബാക്ക് ടു സം സീരിയസ് ടോപ്പിക്, അതായത് സോഷ്യൽ മീഡിയ ഇരുതലമൂർച്ചയുള്ള ഒരു വാളാണ്. അപ്പോൾ അതായത് കിട്ടുന്ന എക്സ്പോഷറിൻ്റെ അത്രയും തന്നെ ചിലപ്പോൾ കിട്ടുന്ന ക്രിറ്റിസിസവും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയേക്കാം. സോ ഹൗ ഡു യു ഹാൻഡിൽ ദിസ് ഓൺലൈൻ ബുള്ളിങ്, ഓൺലൈൻ എക്സ്ട്രീം? ഇപ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ എടുക്കാമല്ലോ. നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് പറയുന്ന ക്രിറ്റിസിസം ഉണ്ടാവും, ദാറ്റ് യു ലേൺ ഫ്രം ഇറ്റ്, ആൻഡ് ദർ ആർ സർട്ടൻ ക്രിറ്റിസിസം ദാറ്റ് വിൽ ബ്രേക്ക് യു പ്രോബ്ലം. അത് ശ്രേയ എങ്ങനെയാണ് അറ്റ് എ വെരി യങ് ഏജ് അതൊക്കെ ഡീൽ ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 5 years ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുവരെ ഇറ്റ് വാസ് മാനേജ്ഡ് ബൈ മൈ പേരൻസ്. ലൈക്ക് FB ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ട് ഞാനൊന്ന് തുടങ്ങിയ ശേഷമാണ് ഇൻസ്റ്റഗ്രാം ഞാൻ ആക്റ്റീവായി കൊണ്ടുവന്നത്. പക്ഷെ അതുവരെ എനിക്ക് FBയിലുള്ളത് കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഒന്നാമത് മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻസ് എന്നുള്ള സാധനം കിട്ടുക ഡ്രസ്സിങ്ങിൻ്റെ മുകളിലാണ്. അതായത് ഷോർട്സ് ഇടുമ്പോഴോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ കുട്ടി ഇത്ര വലുതായോ, എന്തിനാ ഈ കുട്ടിയും ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ വെച്ചിട്ടാണ് കമൻസ് കൂടുതലും കേട്ടില്ല. പക്ഷെ അത് എനിക്കൊരു അല്ലെങ്കിൽ എന്നെ ബോധർ ചെയ്യുന്നൊരു പ്രശ്നമായിട്ട് മാറിയിട്ടില്ല. അങ്ങനെ എന്നെ ബോധർ ചെയ്യുന്നതായിട്ടൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ ചിലവരിങ്ങനെ പറയും ഇവളെ പാട്ട് ഇപ്പോൾ പോരാ, പണ്ട് പാടുന്നതായിരുന്നു നല്ലത്. പക്ഷെ അതിൽ എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, പണ്ടത്തിനെ വെച്ച് എത്രയോ ഐ ഹാവ് ഇംപ്രൂവ്ഡ് ആൻഡ് ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അതെ, അത് ആയതുകൊണ്ട് തന്നെ അത് ഐ നോ ദാറ്റ് അത് പറയുന്നത് എന്തെങ്കിലും പറയട്ടെ, അത് അങ്ങനെ തന്നെ വിടും. പക്ഷേ ഞാൻ പറയാൻ പറ്റി ഈ ഡ്രസ്സിങ്ങിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ. ചെറുപ്പത്തിൽ കണ്ട കുട്ടിയായിരുന്നു, പണ്ടൊരു കുട്ടിപ്പാവാട ഇട്ട് പാടുന്ന ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ വേഷം ചെയ്യുന്നത്? വീട്ടിൽ നമ്മളെ സ്വന്തം മോളമാരി കണ്ട കുട്ടിയാണ്, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ കണ്ടത്, ഇവളെ ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കാണും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്നേഹം അതെ, അവരുടെ സ്നേഹം സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും കിട്ടിയാലും കൊള്ളാം. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുമ്പം ഞാൻ എൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഈവൻ ഇപ്പം അമ്മ വേണ്ട അത് രസമില്ല, അത് വൾഗറാണ് എന്നൊരു വാക്ക് വന്നാൽ ഐ നോട്ട് വെയർ ഇറ്റ് ഓർ ഐ നോട്ട് ബൈ ദ ഡ്രസ്, അത്രയും ഞാനിപ്പോൾ നോക്കാറുള്ളൂ. ബാക്കി ഇഫ് ഐ എം ഹാപ്പി ഐ ഡു, അങ്ങനത്തെ ഒരു രീതിയിൽ. ഇപ്പോൾ ഒരുപാട് പുതിയ ജോണറുകൾ കേൾക്കുന്നു, ഒരുപാട് പുതിയ പാട്ടുകാരെ എക്സ്പ്ലോർ ചെയ്യുന്നു, സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുന്നു. അപ്പോൾ ഇസ് ദർ എ ജോണർ ദാറ്റ് റിയലി സർപ്രൈസ്ഡ് യു? ഇസ് ദർ ആൻ ആർട്ടിസ്റ്റ്? കാരണം ചിലപ്പോൾ പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഒരു ശ്രേയ വിചാരിച്ചാൽ അതെനിക്ക് പറ്റിയൊരു ജോണറല്ല, അതെനിക്ക് പറ്റിയൊരു ആർട്ടിസ്റ്റ് അല്ല. അങ്ങനെ സർപ്രൈസ് ചെയ്തൊരു ജോണർ ആൻ ആർട്ടിസ്റ്റ്? ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് നമ്മൾ ഇംഗ്ലീഷ് സോങ്സ് കേട്ടാൽ, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സ് ഇംഗ്ലീഷ് കേട്ടാൽ എല്ലോ ആയി എന്നായിരുന്നു അന്ന് ഒരു പണ്ടത്തെ ഒരു ടീൻ പ്രായത്തിലുള്ള ഒരു വിചാരം. സോ ഞാൻ മലയാളം കേൾക്കാറുണ്ട്, പക്ഷെ മലയാളത്തിനേക്കാളും എനിക്കിഷ്ടം ഇംഗ്ലീഷ് സോങ്സ് ആണ്. അങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഒരു വേറെ തന്നെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഓറ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു പണ്ട്. പക്ഷെ പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് എന്നെ ഇങ്ങനെ മ്യൂസിക്കൽ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. ലൈക്ക് പ്രണവ് പറഞ്ഞ കീബോർഡിസ്റ്റ് ഒരു ചേട്ടനുണ്ട്, ഹീസ് മസാല കോഫിയിലെ കീബോർഡിസ്റ്റ് ആണ് ഇപ്പോൾ. പിന്നെ അതുപോലെ സൗണ്ട് എഞ്ചിനീയർ അർജുൻ എന്ന് പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. അങ്ങനെ 2-3 ഇവരൊക്കെ എന്താ വെച്ചാൽ ഇവർ എന്നെ എൻ്റെ സ്കിൽസ് വെച്ചിട്ട് നീ ഇത് കേൾക്ക്, അത് കേൾക്ക്, ഇങ്ങനത്തത് കേൾക്ക്, ഇങ്ങനെയും ഉണ്ട്, ഇത് മാത്രമല്ല ഇതിനേക്കാളും സംതിങ് മോർ എന്ന് പറഞ്ഞ് എന്നെ കുറച്ച് ഇങ്ങനെ കേൾപ്പിക്കാൻ പ്രേരിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അത് അവർ പറഞ്ഞു തന്നെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എല്ലാ ജോണേഴ്സും ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും ചിലത് ബോറടിക്കും, ബട്ട് സ്റ്റിൽ കേൾക്കും.
അപ്പോൾ ഇങ്ങനെ ഈ അടുത്താണ് ഞാൻ ജോബ് കുര്യൻ ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ച സമയത്ത് ഹി വാസ് ടെല്ലിങ് ഈ കവർ സോങ്സോ അല്ലെങ്കിൽ ഒരാൾ പാടി വെച്ച പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതിന്ന് ഞാനിപ്പോൾ ഓൺ സോങ്സിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ളൊരു പ്രോസസ്സായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് ഐ എം ട്രൈങ് ടു ഡു ഓൺ സോങ്സ്. അപ്പോൾ അതിൽ ഞാനൊരു പാട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റും ചെയ്തു. പക്ഷെ എന്നാലും റിലീസായിട്ടില്ല, അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ പാട്ട് എനിക്ക് ഭയങ്കര സ്റ്റക്കായിട്ടുള്ളൊരു പ്രൊസീജിയറായിരുന്നു ഒരു ഓൺ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനുള്ള. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ സ്റ്റക്കാവുക, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സ്റ്റക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു ജോബേൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റക്കിലാണ് ഞാനിങ്ങനെ കുറച്ച് ചെയ്യും, പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവില്ല, പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ ഐ സ്റ്റാർട്ട് വിത്ത് എ ന്യൂ സോങ്. അങ്ങനെയാണ് എൻ്റെ കുറേ കാലം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ അത് ഉണ്ട്. അപ്പം ജോബേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ യൂസ്ലിംഗ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം. പക്ഷേ കേൾവി കുറേ കേൾക്കുക. അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോയല്ലേ, ഞാൻ കുറേ കേൾക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കിത് അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഈ മ്യൂസിക് അല്ലാതെ കുറച്ച് ഇൻസ്ട്രുമെൻ്റൽ പരിപാടികളും കുറച്ച് വോക്കൽ ലെയറിങ്ങും അതുമാതിരി നമ്മുടെ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂസിക് അങ്ങനത്തെ എല്ലാം ഒന്ന് കേൾക്ക്. എന്നിട്ട് എനിക്ക് ബിയോർക്ക് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പേര് പറഞ്ഞു, ഒന്ന് കേട്ട് നോക്ക്, ഒന്ന് ചിലപ്പോൾ നിനക്ക് ഇഷ്ടമാവും എന്ന് പറയും. ഇപ്പം ഞാനത് കേൾക്കുന്നത്, ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം അതുകൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഓരോ സാധനങ്ങളെ നമുക്ക് ട്യൂൺ ആക്കാം എന്ന് എവിടെയോ ഒരു സ്റ്റക്ക് എനിക്ക് പെട്ടിട്ടുണ്ട്. അപ്പം അത് എവിടെയാണെന്നുള്ളത് എനിക്കും റിയലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അത് കേൾക്കുമ്പോൾ മേൽബി ലൈക്ക് ഇത് ഇങ്ങനത്തെ ഒരു മ്യൂസിക്കിനോട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള റിയലൈസേഷൻ. അപ്പം ഇപ്പം ആ ബിയോർക്ക് എന്ന ആർട്ടിസ്റ്റിൻ്റെ പാട്ടിൽ ഞാൻ കുറേ കേൾക്കാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ അവിടെ ഇങ്ങനെ അവരവിടെ ഇങ്ങനെ ചെയ്തേക്കുന്ന ഇങ്ങനത്തെ ഒരു ട്യൂണാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പം കുറച്ചുകൂടി ക്രിയേറ്റീവ് മൈൻഡിനെ കുറച്ചും കൂടി അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തപ്പോൾ ഞാൻ ജോബേണ്ണ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വെച്ചു നന്നായി ഈ അടുത്ത് ഞാൻ കണ്ടത്. കാരണം കുറച്ചും കൂടി ലേറ്റായി അത് പിന്നെയും നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളെ കേട്ട് വരുമ്പം ആ ഒരു കേൾവീൻ്റെ അത് നല്ലൊരു ചേഞ്ച് എന്നിൽ എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വേറെ ഐ വാസ് സ്റ്റക്ക്, ആ ഒരു പോയിന്റിൽ സ്റ്റക്കായ അവിടെ അടുത്ത മോമെന്റിൽ എന്ത് കൊടുക്കണം എന്നുള്ളൊരു സാധനം എത്രയും പെട്ടെന്നല്ലെങ്കിലും മെല്ലെ മെല്ലെ എൻ്റെ ബ്രെയിനിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോബേട്ടൻ്റെ പേര് ഇപ്പോൾ മുമ്പ് ഞാൻ അഞ്ജുവിന് ഇൻ്റർവ്യൂ എടുത്തപ്പോഴും ഏതൊരു മ്യൂസീഷ്യൻ എടുത്ത് വരാൻ ജോബേട്ടൻ്റെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫെല്ലോ ആർട്ടിസ്റ്റ് ഇപ്പം മലയാളത്തിൽ തന്നെയുള്ള ദ ആർട്ടിസ്റ്റ് ദാറ്റ് യു ലുക്ക് ഫോർവേഡ് ടു ആരൊക്കെയായിരിക്കും? എനിക്ക് ആർട്ടിസ്റ്റിനെ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് KS ചിത്ര എന്നൊക്കെ പറയാം. പക്ഷേ നമുക്ക് ഈ കാലത്ത് അങ്ങനെ പറയാൻ കുറച്ച് ടഫാണ്. കാരണം ഈ കാലത്ത് അധികം മൂവി സോങ്സ് ഇല്ല. മൂവി സോങ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ്. ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ ഫുൾ സോങ് ഇല്ല. പണ്ടൊരു പല്ലവി അനുപല്ലവി ചരണം എന്നുണ്ടാവും. ഇപ്പം അത് ഷോർട്ടായി മൂവിയുടെ അനുസരിച്ച് പാട്ടും ചുരുങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് മൂവീസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് KS ചിത്ര എന്നുള്ളൊരു ഒന്നൊരു പേര് പറയാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ ഒരുപാട് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളുണ്ട്. ലൈക്ക് സ്വന്തം വർക്കുകൾ ചെയ്ത് സ്വന്തം പാട്ടുകൾ ചെയ്ത് വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെയാണ് ഞാനൊരു പെർട്ടിക്കുലറായിട്ടൊരു ആർട്ടിസ്റ്റിനെ പറയാനില്ല. എന്നാലും പല ബാൻഡുകൾ ഒക്കെ കേൾക്കുമ്പോൾ ഇപ്പം എനിക്ക് അതാണ് ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ്സും അല്ലെങ്കിൽ എന്നെ മോട്ടിവേഷനും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റുകളും ഫിലിം മ്യൂസിക്കിന് പുറത്തോട്ടും ബിക്കോസ് ജോബേട്ടനാണെങ്കിലും പണ്ട് റിയാലിറ്റി ഷോയിൽ വന്നാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയൊക്കെ ആ ഒരു റിയാലിറ്റി ഷോ ഒക്കെ കണ്ട് അതെ അങ്ങനെ അമ്മ പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ജോബേട്ടനെ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ അറിയുന്നത്. പക്ഷെ എന്നാലും റിയാലിറ്റി ഷോയിലൂടെ വന്നെങ്കിലും പിന്നെ എന്ത് ചെയ്യണം എന്ന് നോക്കി കുറച്ച് കാലം സ്റ്റക്കായി നിന്നെങ്കിലും പക്ഷെ ഇപ്പം ജോബ് കുര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവരാരും ഇല്ല. ജോബ് കുര്യൻ്റെ ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാത്ത ഇപ്പം എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ജോബ് കുര്യൻ്റെ ലൈവ് ഉണ്ട്, വാ പോവാം, അങ്ങനെ പോകുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ജോബേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിൽ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജോബേട്ടൻ്റെ പാട്ടുകളും എല്ലാം ഒരുപാട് കേൾക്കാറുമുണ്ട്. അങ്ങനെ കുറേ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കാറ്. അപ്പോൾ ഇനി വാട്ട് ഈസ് എഹെഡ് ഫോർ ശ്രേയ ഒരു പ്രോബ്ലി ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോഴത്തേന് ശ്രേയയ്ക്ക് എവിടെ എത്തണം എന്നുള്ളതാണ് ശ്രേയയുടെ ആസ്പിറേഷൻ? എനിക്ക് കുറച്ചും കൂടി എൻ്റെ ബാൻഡിൽ കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ മര്യാദയ്ക്കൊന്ന് ഇറങ്ങണമെന്നുണ്ട്. കാരണം ബാൻഡിൽ ഇപ്പോഴും ഞാൻ അങ്ങോട്ട് ഫുൾ ഫ്ലെഡ്ജ്ലി ഇറങ്ങിയിട്ടില്ല. കാരണം പകുതി കാര്യങ്ങളും അറിയില്ലായിരുന്നു തുടക്കത്തിൽ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ബാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംഭവമാണ് ശരിക്കും. ബിഹൈൻഡ് ദ തിങ്സ് എന്ന് വെച്ചാൽ അറിയാലോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ
ഇപ്പം സാധാരണ എനിക്ക് വരുന്നൊരു ഷോ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ പേയ്മെൻറ്റ് പറയാം, അവർ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക, നമ്മളവിടെ പോകുന്നു, പാടുന്നു, പോരുന്നു. ബാൻഡ് ഇസ് നോട്ട് എ തിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ബാൻഡിന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻസ് വേണം. വേറെ ആർട്ടിസ്റ്റുകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് അതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ. ഇപ്പം ഞാനതിങ്ങനെ പഠിച്ച് വരികയാണ്. ഇപ്പം പ്രോപ്പർ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഫുൾ ഫ്ലെഡ്ജ്ലി ഓൺ ആക്കണം. പിന്നെ ആസ് എല്ലാ ആർട്ടിസ്റ്റിലും പോലെ ഇൻഡിപെൻഡൻറ്റ് സോങ്സും എല്ലാം ചെയ്ത് റിലീസാക്കണം. അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഫോർവേഡിലേക്ക് കാണുന്ന കുറച്ച് കാര്യങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രേയയ്ക്ക് ഇപ്പോൾ ഞാൻ ഒരിക്കലും മറ്റേ മിന്നും മിന്നാ മിനുങ്ങി ഒന്നും പാടാൻ പറയുന്നില്ല, കാരണം ദാറ്റ് ഇസ് അവൈലബിൾ എവ്രിവെയർ. ശ്രേയ പാടിയ പല വേർഷൻ പല സ്ഥലത്ത്. സംതിങ് ഫോർ അസ് ടു ഹിയർ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചി കൊടി നീ താനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചി കൊടി നീ താനമ്മ. തത്തിത്തവഴൂ തങ്കച്ചിമിഴേ, പൊങ്കിപ്പെരുകൂ സംഗത്തമിഴേ, മുത്തം തരനിത്തം വർണ്ണച്ചത്തിരം. யாரோட இங்க எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு. வாழ்ந்தாக வேண்டும் வா வா கண்ணே, ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மான உன்ன தேடுது. ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. അപ്പോൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഒരിക്കൽ കൂടെ ശ്രേയൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആഗ്രഹിച്ചതെല്ലാം നേടി ഒരുപാട് ഉയരങ്ങളിലെത്തിയിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ചാറ്റിംഗ് വിത്ത് ശ്രേയ. താങ്ക് യു സോ മച്ച്.